അനഘ വിവേക് വിവാഹത്തിന് അമൃതയുടെ പച്ചക്കൊടി. പഞ്ചരത്നത്തിൽ ഇനി വിവാഹം മേളം. അതേ കൂട്ടുകാരൻ, നമ്മളുടെ ആ ഒരു മഹേന്ദ്രൻ്റെ കയ്യിൽ നിന്നും അമൃതയെ രക്ഷിച്ചതിന് ശേഷം നമ്മുടെ വിവേകിനെ അമൃതയ്ക്ക് ജീവനാണ്, വിശ്വാസമാണ്, എല്ലാമാണ് നമ്മുടെ വിവേക്. അമൃതയ്ക്ക് പൂർണ്ണ ബോധ്യമായി തങ്ങളെ അനഘയെയും ആ ഒരു സഹോദരിമാരെയും പൊന്നുപോലെ നമ്മുടെ വിവേക് നോക്കിക്കോളും. ഭയങ്കര കടുത്ത വിശ്വാസം തന്നെയായി നമ്മുടെ വിവേകിൻ്റെ മേലെ നമ്മുടെ അമൃതയ്ക്ക്. താൻ പണ്ട് ചെയ്തു പോയതൊക്കെ തെറ്റായിരുന്നെന്നും പഞ്ചരത്നത്തിൽ നമ്മുടെ വിവേക് വന്നപ്പോൾ ഒരു മര്യാദയില്ലാത്ത രീതിയിലാണല്ലോ നമ്മുടെ അമൃത സംസാരിച്ചതും ഇറക്കി വിട്ടതുമൊക്കെ. അപ്പോൾ അത് തെറ്റായിപ്പോയി എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ അമൃത നമ്മുടെ വിവേകിനെ കാണുമ്പോൾ വിവേകിൻ്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ അനഘയുടെയും നമ്മുടെ വിവേകിൻ്റെയും ഒരു വിവാഹകാര്യം തന്നെയാണ് അവിടെ നമ്മുടെ അമൃത സംസാരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വിവേക ആ ഒരു നാണത്തോടുകൂടി ചിരിക്കുന്നതൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും വിവേക് ഓക്കെ ആണെന്ന് നമുക്കറിയാം. വിവേകും അനഘയും ഇപ്പം അനഘയുടെ വീട്ടുകാരും ഓക്കെ ആയി. ഇനിയും നമ്മുടെ വിവേകിൻ്റെ പാരൻസാണ് ഓക്കെ ആകേണ്ടത്. അവിടെ ഇനി എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? തിരിച്ച് നമ്മുടെ അനഘ നമ്മുടെ ആകാശമായിട്ട് കെട്ടേണ്ടി വരുമോ? അങ്ങനെ വല്ല ട്വിസ്റ്റും സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എന്തായാലും നമ്മുടെ പഞ്ചരത്നത്തിൽ ഇനി ഉടൻ തന്നെ ഒരു വിവാഹമേളമാണ് നടക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.